വ്യക്തമാക്കാനാണ്. ഒന്ന്, നമ്മുടെ നിയമസഭയിൽ ഏക കിടപ്പാടം സംരക്ഷണ ബില്ല് നിയമമാക്കാൻ പോവുകയാണ്. രണ്ടാമതായിട്ട് ഈ 28-ാം തീയതി കൊല്ലം ജില്ലയിൽ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ജപ്തി നേരിടുന്ന കുടുംബങ്ങളുടെ ഒരു കൺവെൻഷൻ നടത്തുന്നുണ്ട്. അത് കവി പുരിപ്പുഴ ശ്രീകുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഏക കിടപ്പാട സംരക്ഷണ ബിൽ ഏതാണ്ട് 13 വർഷങ്ങളായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് സമൂഹത്തിൽ അന്ന് നിയമസഭയിലെ നിയമസാമാജികർക്ക് പോലും ഈ സർഫാസി എന്ന കൊലയാളി നിയമത്തെ പറ്റി ഒന്നും അറിയാത്തൊരു ഘട്ടത്തിലായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ പാർലമെന്റിൽ വരുന്നത് അമേരിക്കൻ നിയമത്തെ കടമെടുത്തുകൊണ്ടാണ്. യാതൊരുവിധ തർക്കമില്ലാതെ ഏറ്റവും ദരിദ്രരായ ജനങ്ങൾ ഉള്ള നമ്മുടെ ഇന്ത്യയിലെ ഒരു പട്ടിണി റിപ്പബ്ലിക്കിലേക്കാണ് ഇത്തരം ഒരു ആഗോള സാമ്രാജ്യത്തെ താല്പര്യപ്പെട്ട നിയമം പാസ്സായി. ഇതുവരെ കഴിഞ്ഞ 22 വർഷമായിട്ട് കടമെടുത്തുകൊണ്ടാണ്. യാതൊരുവിധ തർക്കമില്ലാതെ ഏറ്റവും ദരിദ്രരായ ജനങ്ങൾ ഉള്ള നമ്മുടെ ഇന്ത്യയിലെ ഒരു പട്ടിണി റിപ്പബ്ലിക്കിലേക്കാണ് ഇത്തരം ഒരു ആഗോള സാമ്രാജ്യത്തെ താല്പര്യപ്പെട്ട നിയമം പാസ്സായി. ഇതുവരെ കഴിഞ്ഞ 22 വർഷമായിട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ലാതെ അത് തുടരുകയാണ്. അതേസമയം തന്നെ 2017 അതിസമ്പന്നരായ കോർപ്പറേറ്റുകൾ തങ്ങളെ ഈ നിയമത്തിൽ നിന്ന് വേർപെടുത്തണം, മാറ്റണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി ഒരു ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കോഡ് എന്ന പേരിൽ, അതായത് ഒരു നിയമം അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പാപ്പരത്തെ നിയമമാണെന്ന് അതിന് പറയണം. നമുക്കറിയാം ആരാണ് പാപ്പര്. അനിൽ അംബാനി പാപ്പരാണ്. അതേസമയം 1.25 ലക്ഷം കോടി രൂപയുടെ പാപ്പരാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് പ്രത്യേകം നിയമ നടപടിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ജപ്തി നേരിടുന്ന കിടപ്പാടങ്ങൾ വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ആസ്തി പുനർനിർമ്മാണ കമ്പനിയുടെ ഉടമയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിസമ്പന്നരുടെ ഒരു മട്ടുസൂചി പോലും ജപ്തി ചെയ്യാതിരിക്കുകയും അതേസമയം 1.5 സെന്റ് 3 സെന്റ് താമസിക്കുന്ന ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ 1 ലക്ഷവും 2 ലക്ഷം രൂപയ്ക്ക് വായ്പ വാങ്ങിയ ആളുകളെ നിഷ്കരണം തെരുവിലെറിയുകയും ചെയ്യുന്ന ഒരു നിയമമാണ് സർഫാസി എന്ന് പറയുന്നത്. അത് കിട്ടാക്കടവിരുദ്ധമായ ഉള്ളടക്കം പോലും അതിനകത്തുണ്ട്. CJM കോടതിയിൽ ഒരു ബാങ്കോ ബാങ്കിതര സ്വകാര്യ സംവിധാനമോ ഒരു അപേക്ഷ കൊടുത്താൽ അത് ആരെയാണോ ബാധിക്കുന്നത് അവരെ കേൾക്കാതെ തന്നെ നാച്ചുറൽ ജസ്റ്റിസ് നിഷേധിച്ചുകൊണ്ട് വക്കീലും അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസുകാരെ നേരെ ചെന്നിട്ട് അവരെ തെരുവിലെറിയാണ്. അതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് 20 വർഷമായിട്ട് ക്യാൻസറിന് രോഗിയായിട്ടിരിക്കുന്ന സെല്ലിയമ്മ. 4 സെന്റ് കിടപ്പാടമാണ്. 2 ലക്ഷം രൂപ എടുത്തു. 2 ലക്ഷം രൂപ അടച്ചു. പലിശയുടെ പേരിൽ ആ അമ്മയെ വീട് ചവിട്ടി പൊളിച്ചകത്ത് കയറി അവരില്ലാത്ത സമയത്ത് അവരുടെ മരുന്നുകളെല്ലാം വലിച്ചെറിഞ്ഞ് തെരുവിലിറക്കി. അവിടുത്തെ നാട്ടുകാർ CPM-ന്റെ പ്രവർത്തകരെ തിരികെ കയറ്റി. അപ്പോൾ വീണ്ടും അവർ ഹൈക്കോടതിയിൽ പോയി വീണ്ടും ഉത്തരവ് മേടിച്ചു വന്നിട്ട് അവരെ തെരുവിലിറക്കിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കൊല്ലം അർബൻ സഹകരണ ബാങ്ക് ചെയ്തതാണ്. ഒരു നാടുവാഴിത്ത കാലത്തെ അല്ലെങ്കിൽ ഒരു ഷൈലോക്ക് രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഈ നിയമത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം 1.5 സെന്റ് 3 സെന്റ് താമസിക്കുന്ന ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ 1 ലക്ഷവും 2 ലക്ഷം രൂപയ്ക്ക് വായ്പ വാങ്ങിയ ആളുകളെ നിഷ്കരണം തെരുവിലെറിയുകയും ചെയ്യുന്ന ഒരു നിയമമാണ് സർഫാസി എന്ന് പറയുന്നത്. അത് കിട്ടാക്കടം തിരിച്ചുപിടിക്കാവുന്ന വ്യാജേനയാണ് നടത്തപ്പെട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ 85% കിട്ടാക്കടം നൽകിയിരിക്കുന്നത് ഈ കോർപ്പറേറ്റുകളാണ്. അപ്പൊ അവർക്ക് വേണ്ടി വേറൊരു നിയമം ഉണ്ടാക്കിയിട്ട് രാജ്യത്തെ 2 നിര ആളുകളായിട്ട് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന എല്ലാത്തിനും തുല്യത പറയുന്ന അതേ നമ്മുടെ രാജ്യത്ത് ഈ നിയമം 2 ഘട്ടമായിട്ട് ജനങ്ങളെ കൈകാര്യം ചെയ്യാം. അപ്പൊ സർഫാസി നിയമത്തിൽ പ്രകാരം ഒരു ബാങ്കിതര സ്വകാര്യ കമ്പനി എന്ന് പറയുന്ന ബ്ലേഡ് സ്വഭാവമുള്ള മുത്തൂറ്റിനോ മണപ്പുറത്തിനോ പോലും ഈ നിയമം ഉപയോഗിക്കാൻ കഴിയും. ആ നിയമപ്രകാരം ഒരു അപേക്ഷ നമ്മുടെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് നോക്കുന്ന, അതായത് നമ്മുടെ ഭരണഘടന പറയുന്ന പോലെ വ്യത്യസ്തമായി നിൽക്കേണ്ട, സ്വതന്ത്രമായി നിൽക്കേണ്ട സംവിധാനമായിട്ടുള്ള
ജുഡീഷ്യറിയിൽ നിന്ന് തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ബാങ്കിന്റെ ജപ്തി നടത്തുന്ന ഏജന്റാക്കി മാറ്റിയിരിക്കുന്നതുമായ ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായ ഉള്ളടക്കം പോലും അതിനകത്തുണ്ട്. അപ്പൊ CJM കോടതിയിൽ ഒരു ബാങ്കോ ബാങ്കിന്റെ സ്വകാര്യ സംവിധാനമോ ഒരു അപേക്ഷ കൊടുത്താൽ അത് ആരെയാണോ ബാധിക്കുന്നത് അവരെ കേൾക്കാതെ തന്നെ നാച്ചുറൽ ജസ്റ്റിസ് നിഷേധിച്ചുകൊണ്ട് വക്കീലും അഡ്വക്കേറ്റുള്ള വലിയ വലിയ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പുതിയ പുതിയ ലോണുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ആസ്ട്രേലിയയിൽ മോദിയോടൊപ്പം പോയ അദാനിക്ക് 6000 കോടിയുടെ കൽക്കരിപ്പാടം മേടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ കൽക്കരിപ്പാടത്തിൽ നിന്ന് കൽക്കരികൾ ഇന്ത്യയിൽ പോലും ഇറക്കുമതി ചെയ്യാൻ കഴിയാത്തത്ര പ്രകൃതി പരിസ്ഥിതി തകർക്കുന്നതായതുകൊണ്ട് അത് നേരെ ബംഗ്ലാദേശിൽ കൊണ്ട് ഇറക്കി ബംഗ്ലാദേശിൽ തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകൾ നമ്മുടെ ഇന്ത്യൻ സമ്പത്തിന്റെ 40% സമ്പത്തും 1% ആളുകളുടെ കയ്യിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയും അതേസമയം നമ്മൾ ലോകത്തിലേക്കും 4ാം സ്ഥാനത്തേക്കുള്ള സാമ്പത്തിക രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ 80% പേരും 100 രൂപ പോലും വരുമാനമില്ലാതെ 2 നേരം ഭക്ഷണം കഴിച്ച് കഴിയുന്ന ഒരു രാജ്യത്താണ് ഈ 2 തട്ടുള്ള നിയമം നിൽക്കുന്നത്. അതുകൊണ്ടാണ് സർഫാസി എന്ന കൊലയാളി നിയമം റദ്ദാക്കണം എന്ന നിലയ്ക്ക് നമ്മൾ സമരം ആരംഭിച്ചത്. ഇന്ന് 11 ജില്ലയിൽ അതിശക്തമായി ഇടപാടങ്ങൾ ജപ്തി ചെയ്യാൻ വരുന്നത് തടയുകയും അങ്ങനെ ജപ്തി ചെയ്ത ആരെങ്കിലും തെരുവിൽ എറിയപ്പെട്ടാൽ അവരെ തിരികെ ആ കിടപ്പാടത്തിലേക്ക് കയറ്റുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെമ്പാടും നടന്നതിന്റെ ഭാഗമായിട്ടും കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുത് എന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 2021 നമ്മുടെ